ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവ സ്റ്റാച്യു ഇവിടെയാണുള്ളത്. ഈ ഒരു ലാൻഡ്സ്കേപ്പാണ് മുഴുവനായിട്ട് നല്ല ഭംഗിയാണ്. ഇത് ചായയാണ് അല്ലേ? ഇപ്പം മൺകപ്പിൽ നമ്മൾ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളുള്ളത് ഉദയ്പൂരിൽ നിന്ന് ജയ്പൂർ പോണ വഴി നദ്വാര എന്ന് പറയുന്ന സ്ഥലത്താണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവ സ്റ്റാച്യു ഇവിടെയാണുള്ളത്. 112 മീറ്റർ ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവ സ്റ്റാച്യു ആണിത്. ഇത് 2022 ഓപ്പൺ ആയത്. സ്റ്റാച്യു ഓഫ് ബിലീഫ് എന്നാണ് എൻ്റെ പേര്. അതിൻ്റെ അമ്പലം ഇവിടെ ഓപ്പൺ ആയിട്ടില്ല. 10 മണിയാവും അമ്പലം ഓപ്പൺ ആവാനായിട്ട്. ഇപ്പം നമ്മൾ നേരത്തെ ഇറങ്ങിയതാണ്. ഇപ്പം ഏകദേശം 6-7 മണിയായിട്ടേ ഉള്ളൂ. അങ്ങനെ സ്റ്റാച്യു ഓഫ് ബിലീഫ് നമ്മൾ നേരെ ജയ്പൂരിലേക്ക് പോവാണ്. അമ്മൂന് തീരെ വയ്യ. അപ്പം ഇവിടുന്ന് ഏകദേശം ഒരു 350 കിലോമീറ്റർ പോകാനുണ്ട് ജയ്പൂരിലേക്ക്. അപ്പം നമ്മൾ നേരെ വിട്ട് പോകുമ്പോഴാണ് നമ്മുടെ സ്റ്റാച്യു നമ്മുടെ കണ്ടുപിട്ടത്. നമുക്ക് ആദ്യം അറിയില്ലായിരുന്നു. പക്ഷെ നമ്മളങ്ങനെ സെർച്ച് ചെയ്ത് ഇവിടെ വന്നു. അമ്പലം ഓപ്പൺ ആയിട്ടില്ല. 10 മണിക്ക് ഓപ്പൺ ആവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈവനിങ് ആണ് വരേണ്ടത്. നല്ല ലൈറ്റിനിങ് ഒക്കെ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കുന്നുണ്ട് ഈവനിങ്. നമ്മ അപ്പൊ ജയ്പൂരിൽ എന്തൊക്കെയാ കാണാൻ പോകുന്നത്? ജയ്പൂരില് ഹവാ മഹൽ. പിന്നെ ഹവാ മഹലാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് കാണുന്നത്. പിന്നെ ഒരു വെള്ളത്തിന്റെ നടുക്കുള്ള ഒരു മഹലുണ്ട്, ജൽമഹൽ. അത് ഞങ്ങൾക്ക് നൈറ്റ് കാണാൻ ലൈറ്റ് ഒക്കെ ഇട്ട് ഈവനിങ് കാണാൻ അടിപൊളിയാണ്. ഡെസേർട്ട് ഒന്ന്, പിന്നെ ക്യാമൽ സഫാരി ചെയ്യണമെന്നുണ്ട് അവിടെ പോയിട്ട്. അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ ജയ്പൂർ പോയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നേരെ പോവാണ് ജയ്പൂർ. പോകുന്ന റൂട്ട് ഞാൻ കാണിച്ചുതരാം. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. നല്ല റോഡാണ്, ടോൾ റോഡാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ലാൻഡ്സ്കേപ്പാണ് മുഴുവനായിട്ട് നല്ല ഭംഗിയാണ്. നമ്മള് പെട്രോൾ തീരാറായി. പെട്രോൾ അടിച്ചിട്ട് ഇന്ന് അടിച്ചിട്ടില്ല തീരെ. ഇവിടെ ഒരു നായരുടെ പമ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അടിക്കാനായിരിക്കും. പിന്നെ ഒന്ന് വാഷ്റൂമിലും പോകണം. അപ്പോൾ ആദ്യം നമുക്ക് വാഷ്റൂമിൽ പോയിട്ട് വരാം, എന്നിട്ട് പെട്രോൾ അടിക്കാം. നല്ല പമ്പാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഞങ്ങൾ കുറേ നേരമായി ഓടുന്നു. അപ്പം രാവിലെ ചെറുതായിട്ടൊരു ചായ കുടിച്ചുള്ളൂ. അപ്പോൾ ഒന്ന് ചായ കുടിക്കാൻ നേരിയ ഒരു റെസ്റ്റോറൻറ്റ് കണ്ട് നിർത്തിയാണ്. ഇനി ഒരു 200 കിലോമീറ്റർ നമുക്കുണ്ട് ജയ്പൂരിലേക്ക്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് കഴിക്കാൻ എന്താണുള്ളത്? നമ്മുടെ കയ്യിൽ എന്താ ഉണ്ടാവും? കോഴിമുട്ട പുഴുങ്ങിയിട്ട് മസാല തേച്ച് ഒന്ന് ഫ്രൈ ചെയ്ത് അത് കയ്യിലുണ്ട്. അപ്പോൾ അതും ഞാൻ ചായയും കോഫിയും പറഞ്ഞിട്ടുണ്ട്. അവരുണ്ടാക്കുന്നുള്ളൂ. രാവിലെയാണ്. സമയം ഒരു എത്രയായി? 9:45 എപ്പോഴും ഹോട്ടലൊക്കെ ഓപ്പണായി വരുന്നുള്ളൂ. ഇവിടെ റെസ്റ്റോറൻറ്റ് കാണിച്ചത്. ഈ ഒരു റെസ്റ്റോറൻറ്റാണ് നമ്മൾ കഴിക്കുന്നത്. ജയ്പൂരിക്ക് ഒരു 200 കിലോമീറ്റർ ഇനിയുണ്ട്. അപ്പം മണ്ണിൻ്റെ കപ്പിലാണ് കോഫി. ഇത് കോഫിയാണ്, ഇത് ചായയാണ് അല്ലേ? അപ്പം മൺകപ്പിൽ നമ്മൾ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. കഴിക്കാൻ പറ്റുന്ന അല്ലല്ല, മണ്ണിൻ്റെ കപ്പാണിത്. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചു. ഇനി നേരെ ജയ്പൂരിലേക്ക്. ജയ്പൂരിൽ പോയിട്ട് ഒട്ടകപ്പുറത്ത് കയറുന്നതാണ് ഏറ്റവും വലിയ ആഗ്രഹം തോന്നുന്നു അമ്മുന്റെ. അതെ അതെ അതെ, ആനപ്പുറത്ത് കയറി കാശ്മീർ എത്തിയ കുതിരപ്പുറത്ത് കയറും. ജയ്പൂരിൽ നിന്ന് ഒട്ടകപ്പുറത്ത് കയറും. നിങ്ങൾ ചായ കുടിച്ച് നിങ്ങൾ ആദ്യം കേട്ടോ മണ്ണിന്റെ കപ്പിൽ ചായ കുടിക്കുന്നത്. ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് തോന്നുന്നു. നമ്മള് യൂസ് ആൻഡ് ത്രോ ആണ്. നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കളയാം. പക്ഷെ അത് അടിപൊളിയാണ്. നല്ല ചൂടോടൊക്കെ നമുക്ക് ചായ കുടിക്കാം. നല്ല ടേസ്റ്റായിരിക്കും. കോഫി എങ്ങനെ ഉണ്ടായി? കോഫി അടിപൊളിയാണ്, നല്ല രസമുണ്ട്, ക്രീമിയാ. നല്ല ടോൾ റോഡാണ്. ടോൾ ഇപ്പോൾ 2 ടോൾ ഓൾറെഡി നമുക്ക് അടിച്ചു. 3ാമത്തെ ടോൾ ഇതാ വന്നുകൊണ്ടിരിക്കുന്നത്. 500 മീറ്റർ കഴിഞ്ഞാൽ അടുത്ത ടോളുണ്ട്. എല്ലാം ഒരു 170, 160 പറഞ്ഞ റേഞ്ചിലാണ് എല്ലാ പ്രാവശ്യവും പൈസ കട്ടാവുന്നത്. അപ്പം ഉദയ്പൂരിൽ നിന്ന് ജയ്പൂരിലേക്ക് എത്താൻ ഒരു 6-7 മണിക്കൂറാണ് ടോട്ടല്. ഇപ്പം നമുക്ക് ഇനി ഒരു 4 മണിക്കൂർ അടുത്ത് പെൻഡിങ് ഉണ്ട്. ബാക്കി ഇവിടെ ഓടിച്ച് നമ്മൾ തീർക്കണം. റൂട്ടിലേ
പശുക്കളാണ്. പശുക്കൾ ഇങ്ങനെ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റോഡൊക്കെ അടിപൊളിയാണ്, 6 വരി പാതയാണ്, ഒരു ഗട്ടറോ കാര്യങ്ങളൊന്നുമില്ല. റോഡുണ്ട്, പക്ഷെ പശുക്കൾ നിറയെ പശുക്കളാണ്. നമ്മൾ ശ്രദ്ധിച്ചു കൊടുത്തില്ലേ 8ന്റെ പണി കിട്ടും. കാരണം നമ്മൾ ശ്രദ്ധിച്ചില്ലേ പശു അടിച്ച് തെറിച്ച് നമ്മളും വണ്ടി മറിഞ്ഞു. അപ്പം നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. സ്പീഡിലൊക്കെ പോകാൻ പറ്റും, പക്ഷെ കെയർഫുൾ ആയിട്ട് ഓടിക്കണം. കാരണം ഓരോരോ കിലോമീറ്റർ കൂടുമ്പോഴും കൂട്ടത്തോടെ പശുക്കൾ ഇങ്ങനെ റോഡിൽ ഇങ്ങനെ കിടക്കുക, ചിലപ്പോൾ നടക്കുക. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻഡസ്ട്രിയൽ ഏരിയ വഴിയാണ്. കാരണം കുറേ ഫാക്ടറികളും കാര്യങ്ങളൊക്കെ ലെഫ്റ്റ് സൈഡിലുണ്ട്. റൈറ്റ് സൈഡിലാണെങ്കിൽ കൃഷിയാണ്. പോകുന്ന റൂട്ടെല്ലാം അടിപൊളിയാണ്. അപ്പം ഞങ്ങളിങ്ങനെ നിർത്തിയാണ് പോകുന്നത്. അടിപൊളി സീനറിയാണ്. കാരണം ഇനിയുണ്ട് 1-2 മണിക്കൂർ ട്രാവൽ ചെയ്യേണ്ട. അപ്പം ഞങ്ങൾ ഇങ്ങനെ പയ്യെ പോവാണ്. പക്ഷെ കാണുന്ന സ്ഥലങ്ങളെല്ലാം അടിപൊളിയാണ്. നോക്കിയേ, ചെറിയൊരു പുഴയുണ്ട്. പുഴയുള്ളൊരു ലേക്ക് പോലെയാണ്. നല്ല മെഡോസ് ഉണ്ട്. മെഡോസ് എന്ന് പറയാനില്ല, എന്നാലും നല്ല പച്ചപ്പാണ് ഇവിടെയൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഡയറക്ഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 150-160 കിലോമീറ്റർ ഇനിയും പോകാണ്ട് നമുക്ക് ഇങ്ങനെ ജയ്പൂരിലേക്ക് എത്താനായിട്ട്. ഒരു സ്പെഷ്യൽ വണ്ടിയാണ്. ട്രാക്ടർ മോട്ടർ വെച്ചിട്ടാണ് അത് അവർ ഓടിക്കുന്നത്. നമ്മളങ്ങനെ ജയ്പൂർ എത്താറായി. അതിനുശേഷം നല്ല റോഡ് കിട്ടി. കുറേ കഴിഞ്ഞപ്പോൾ ഭയങ്കര ട്രാഫിക് ആയിരുന്നു. ഇപ്പോഴും കണ്ടില്ലേ. ഇനി ഒരു 9 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മുടെ റൂം എത്തും. ബ്രിഡ്ജിൻ്റെ അടിയിൽ, ഫ്ലൈ ഓവറിൻ്റെ അടിയിലൊക്കെ ആൾക്കാർ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇവിടെ നമ്മുടെ വണ്ടിക്കൊക്കെ തട്ടി ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ചോദിച്ച് കുറച്ച് പിള്ളേരൊക്കെ വന്നിരുന്നു. റൂമിൽ എത്തട്ടെ പെട്ടെന്ന്. അങ്ങനെ നമ്മൾ ജയ്പൂർ എത്തി. നമ്മൾ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യുന്നുണ്ടല്ലേ, അവിടെ എത്തി. അപ്പോൾ നേരെ കയറി വിടാൻ ഇതാണ് ഹോട്ടൽ. കൊള്ളാലോ അല്ലേ? നല്ല ഫ്രഷ്നെസ് ഉണ്ട്. അപ്പം ഇത് ഇവിടെ ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് കറണ്ട് വരുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു. അടിപൊളിയാട്ടാ, നല്ല വൃത്തിയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെടുത്ത ഹോട്ടൽ റൂം. ജയ്പൂരിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂമാണ്. TV ഉണ്ട്, ഒരു കബോർഡുണ്ട്. പിന്നെന്താണ്, എനിക്കിവിടെ ഇതിഷ്ടമായി. ബാത്റൂം, കുളിക്കാൻ നമുക്കൊരു സെപ്പറേറ്റ് സ്ഥലമുണ്ട് ഇവിടെ. പിന്നെ ടോയ്ലറ്റ് പെടുത്തുന്നു. കൊള്ളാം. അപ്പം ഞങ്ങൾ കുറച്ച് സമയം റെസ്റ്റ് എടുക്കട്ടെ. കാരണം ഭയങ്കര ലോങ് ട്രാവലായിരുന്നു. ഒരു 7 മണിക്കൂർ വരെ വണ്ടി ഓടിച്ചു. അപ്പോൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാണ്ട് കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. പിന്നെ അമ്മൂന് തീരെ വയ്യ. ഇന്നലത്തെ അസുഖം ഇതുവരെ മാറിയിട്ടില്ല. ചുമ, കഫക്കെട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നാളെ ഹവാമഹൽ അല്ലേ, ഹവാമഹൽ പോകാനിരിക്കും. ഇന്നിവിടെ റെസ്റ്റ് എടുക്കാം. കാരണം നല്ല ടയർഡായി. പിന്നെ അവർക്ക് തീരെ വയ്യ. അപ്പം ഞങ്ങൾ നാളെ ഹവാമഹലിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചിടാം. ഹവാമഹൽ എന്ന് പറഞ്ഞാൽ എത്ര കിളിവാതിലായിരുന്നു അമ്മു? 953 കിളിവാതിലുകൾ കൊണ്ട് നിർമ്മിച്ച, അതായത് കൊട്ടാരത്തിലെ ലേഡീസിന് വേണ്ടി നിർമ്മിച്ച ഒരു പാലസാണ് ഹവാമഹൽ. അപ്പം അതൊന്ന് പോയി കാണണം. ഈ ജയ്പൂരിനെ പിങ്ക് സിറ്റി എന്നാട്ടോ അറിയപ്പെടുന്നത്. അപ്പം ഹവാമഹലും പിങ്ക് അല്ലേ? പിങ്കാണ്. അപ്പം നാളെ എല്ലാം മിക്സാണ്. അപ്പം നാളെ അത് പോയിട്ടൊന്ന് കാണണം. ഒരുപാട് കിളിവാതിൽ, അവിടുത്തെ ലേഡീസിനെല്ലാം അതുവഴി മാത്രമേ പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റൂ. പുറത്തേക്ക് ഇറങ്ങാനുള്ള അനുവാദമില്ല അവിടെയുള്ള ലേഡീസിനൊക്കെ. പണ്ട് കാലത്ത് കേട്ടോ അങ്ങനെയാണ് ഈ ഹവാമഹൽ ഉണ്ടാക്കി. ഇത്രയും കിളിവാതിലൊക്കെ ഉണ്ടാക്കി അതിലൂടെ ആയിരുന്നു അവർ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടത്. അപ്പോൾ അത് നമുക്ക് നാളെ പോയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. അപ്പം നാളെ കാണാം. ഓക്കെ.